الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله العظيم القدرة والشان، شديد البطش والبرهان، وحافظ الدين والقرآن. أشهد أن نبينا وحبيبنا محمد صلى الله عليه وسلم رسول الله، سيد الأولين والآخرين، وخاتم الأنبياء والمرسلين، وحبيب رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. حسبي الله ونعم الوكيل، ونعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. الله أكبر الله أكبر الله أكبر، لا إله إلا الله. الله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ഈ ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹനവും സമർപ്പണവും ദീപ്തമാക്കിയ ലക്ഷോപലക്ഷം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നന്മകൾ വർഷിച്ച് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷത്തെ പരിശുദ്ധമായ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പ്രവാചകന്മാരുടെ പിതാവും വിശ്വാസികൾക്ക് മാതൃകായോഗ്യനും അന്ധവിശ്വാസങ്ങളോട് പടപെടുന്ന മുജാഹിദുകൾക്ക് നേതാവുമായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ക്ഷമയും ത്യാഗവും ഓർക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ.
ഏകദേശം 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയയിലെ മെസൊപ്പൊട്ടേമിയൻ നഗരങ്ങളിൽ മുഴക്കിയ ഗർജനം കാലഘട്ടങ്ങളെയും പരിസ്ഥിതിയെയും അതിജീവിച്ച് ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അതിന്റെ അലയൊലികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാർക്കും സത്യവിശ്വാസികൾക്കും മാത്രമല്ല, മനുഷ്യവർഗത്തിന് എല്ലാവർക്കും ഉത്തമ മാതൃകയായ ഒരു സമുദായം എന്ന് വിശേഷിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിളിയാളം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കാൽ സ്പർശമേറ്റ മക്ക മരുഭൂമിയിൽ അദ്ദേഹത്തിന്റെ കൈകളാൽ നിർമ്മിതമായ കഅബക്ക് ചുറ്റും വിശ്വാസി ലക്ഷങ്ങൾ വിശ്വാസ സാഹോദര്യത്തിന്റെ മഹാപ്രപഞ്ചം തീർക്കുന്ന ദിനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങൾ, ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ. നമ്മുടെ ആദർശ സഹോദരങ്ങൾ ഭരണവർഗ ഭാഷാ വ്യത്യാസമില്ലാതെ കറുത്തവനും വെളുത്തവനും ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും അഫ്ഗാനിയും സുഡാനിയും രാജാവും പ്രജയുമൊക്കെ പ്രഖ്യാപിക്കുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ ഒരു വചനമാണ്, മന്ത്രമാണ്. ഒരേ ഭാഷയിൽ, ഒരേ സ്വരത്തിൽ, ഒരേ വേഷത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് വന്ന ഹാജിമാര് പ്രിയപ്പെട്ടവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ഓർക്കേണ്ടത്, ആദർശ പ്രബോധന രംഗത്ത് വിശ്വാസികൾക്കെന്നും മാതൃകയായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ഒരു പുരുഷായുസ് മുഴുവൻ പീഡനത്തിന്റെ, പരീക്ഷണത്തിന്റെ കഷ്ടപ്പാടിൽ ജീവിച്ചു തീർത്ത് എല്ലാ നിലക്കും തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ കൃത്യമായി പൂർത്തിയാക്കി ഇബ്രാഹിം അല്ലദീ വഫ, അള്ളാഹുവിൽ നിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഓർക്കുന്ന ദിനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ. മനുഷ്യരെ മുഴുവൻ അംഗീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഹൃദയത്തിന് സാധിച്ചിട്ടുണ്ട്. സ്വന്തക്കാരായാലും അന്യരായാലും മനുഷ്യർക്കെല്ലാം നന്മ വരണമെന്നും അതിന് തന്റെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദൈവകോപം, അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തുകയും കഴിവിൽ കവിഞ്ഞ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ബുദ്ധിയെ മരവിപ്പിച്ച് അന്ധവിശ്വാസങ്ങളിൽ മനുഷ്യ മനസ്സിനെ തളച്ചിടുകയും ചെയ്ത അങ്ങനെയുള്ള മനുഷ്യന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി അക്ഷീണമില്ലാതെ പ്രവർത്തിച്ച മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജനതയെ മോചിപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചിട്ടും എതിർപ്പും വിരോധവും ബഹിഷ്കരണവുമാണ് ആ നാട്ടിലെ ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സമ്മാനിച്ചത്. പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ, മനസ്സു ക്ഷീണിക്കാതെ സത്യം പറയാനും സത്യത്തിന്റെ കൂടെ ജീവിക്കുവാനും ധൈര്യം കാണിച്ച പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും അദ്ദേഹം സഹിച്ച ത്യാഗവും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയായിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു നല്ല മകന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ മാതൃകയുണ്ട്, ഒരു നല്ല പിതാവിനുള്ള മാതൃകയുണ്ട്, ഒരു നല്ല പ്രബോധകനുള്ള മാതൃകയുണ്ട്, ഒരു നല്ല ഭർത്താവ് എങ്ങനെയാകണമെന്ന കൃത്യമായ മാതൃക മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. എങ്ങനെയാണ് ഒരു നല്ല മകൻ എന്ന നിലയിൽ, ഒരു നല്ല പ്രബോധകൻ എന്ന നിലയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന് മാതൃകയാകുന്നത്. ബിംബാരാധകൻ മാത്രമല്ല, ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന, അതിന്റെ കച്ചവടം നടത്തുന്ന അമ്പലത്തിലെ പൂജാരിയായ
ആസറിന്റെ മകനായി ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ സ്വന്തം പിതാവിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഇത് ഖാല ലി അബീഹി യാ അബതി, എന്റെ പൊന്നുബാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു, ഒന്നും കേൾക്കാത്ത ഒന്നും കാണാത്ത ഈ വിഗ്രഹത്തെയാണോ എന്റെ പിതാവെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വലാ യുഗ്നി അൻക ശൈആ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ലാത്ത ഈ ബിംബത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ സ്വന്തം പിതാവിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പിതാവിനോട് ദേഷ്യം പിടിച്ചിട്ടല്ല, ആ പിതാവിന്റെ മുഖത്തേക്ക് വെറുപ്പോടുകൂടി നോക്കിയിട്ടല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പഠിപ്പിക്കുന്നത്. നോക്കൂ, ഖുർആൻ കൃത്യമായി ആ കാര്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? യാ അബത്തി എന്നാണ്. എന്താ യാ അബത്തി എന്ന് പറഞ്ഞാൽ? ഏറ്റവും സ്നേഹമുള്ള വിളിയാണ്. യാ ഉമ്മി, യാ ബുനയ്യ എന്നൊക്കെ വിളിച്ചാൽ ഏറ്റവും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന വിളിയാ. ആ വിളിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം പിതാവിനെ, വിഗ്രഹ ആരാധകനായ പിതാവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം ഒന്നു മാത്രമാണ്. തൗഹീദ് എന്റെ ബാപ്പാക്കു കിട്ടണം, ആ മഹനീയമായ സ്വർഗം എന്റെ പിതാവിന് ലഭിക്കണമെന്ന ലക്ഷ്യം മാത്രമേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് വരാനിരിക്കുന്ന വിപത്തുക്കളെ കുറിച്ച്, വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിക്കുന്നില്ല. എന്തേ പിതാവിന്റെ മറുപടി? ഖാല അറായിബുൻ അൻത അന്നാലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം യൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. സ്വന്തം പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറയാ, ഇബ്രാഹിമേ, നീ എന്റെ ദൈവങ്ങളെ, ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളെ നീ വേണ്ടെന്ന് വെക്കുകയാണോ? നീ അതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എങ്കിൽ ലഅർജുമന്നക, ഞാൻ നിന്നെ കല്ലെടുത്തെറിഞ്ഞോടിക്കും ഇബ്രാഹിം. വഹ്ജുർനി മലിയ, അതുകൊണ്ട് എന്റെ മുന്നിൽ നിന്ന് നീ വിട്ടുപോയിക്കോ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവനോട് സ്വന്തം പിതാവ് പ്രിയപ്പെട്ടവരെ പറയുമ്പോ വീട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആട്ടി പുറത്തേക്കാണ്. ആ സന്ദർഭത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബേജാറ്, പ്രിയമുള്ളവരെ, ഇനി കുടുംബമില്ലല്ലോ എന്നല്ല, കിടന്നുറങ്ങാൻ വീടില്ലെന്നല്ല, നാട്ടില് സ്ഥാനമില്ലെന്നല്ല, മറിച്ച് ബാപ്പയുടെ പരലോകം എന്താകുമെന്ന് മാത്രം ചിന്തിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് പറയാ, യാ അബത്തി, എന്റെ പൊന്നു ബാപ്പ, ഇന്നി അഖാഫു അയ്യമസ്സക അദാബുൻ മിനർ റഹ്മാനി ഫതകൂന ലിശൈത്വാനി വലിയ. എന്റെ പിതാവേ, പരമകാരുണ്യകനായ റബ്ബിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമോ എന്ന് ഞാനിതാ ഭയപ്പെടുകയാണ്. അങ്ങനെ ബാധിച്ചാൽ ഫതകൂന ലിശൈത്വാനി വലിയ, താങ്കൾ പിശാചിന്റെ മിത്രമായി മാറുമെന്ന സങ്കടമാണ് ഒന്ന് പിതാവ് എനിക്കുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് പറയാ. അപ്പൊ നിങ്ങളൊന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, സംസാരിക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ലാത്ത ഇതിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്താൽ ബാപ്പ, ഞാൻ പേടിക്കുന്നത് എന്റെ പൊന്നു പിതാവിന്റെ പരലോകമാണ് എന്ന് പറഞ്ഞ് ബാപ്പയെ ഉപദേശിക്കുന്ന ഒരു മകൻ. ബാപ്പ പറഞ്ഞു, ഇല്ല, ഇനി എങ്ങാനും നീ ഇതിനെ എതിർത്താൽ ഞാൻ നിന്നെ കല്ലെടുത്തെറിഞ്ഞോടിക്കും, അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിക്കൊന്നാണ്. അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ സ്വന്തം ബാപ്പയോട് ദേഷ്യം പിടിക്കല്ല, ബാപ്പയോട് ചേ എന്നൊരു ഹർഫ് പോലും, ഒരു വാക്ക് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല സലാമുൻ അലൈക, ബാപ്പ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തി ഉണ്ടാവട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ നിങ്ങളുടെ പാപമോചനത്തിനു വേണ്ടി, നിങ്ങളെ ഇസ്തിഗ്ഫാറിനു വേണ്ടി ആ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യാമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, അത് വേണ്ടാന്ന്. മുശ്രിക്കായ പിതാവിന് വേണ്ടി ദുആ ചെയ്യണ്ടെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നു. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോഴും ഏറ്റെടുക്കാൻ അവിടെ അറബി കോളേജില്ല, അവിടെ സംഘടനകളില്ല, ഓഫീസുകളില്ല, പള്ളികളില്ല. നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ്, നമ്മൾ മനസ്സിലാക്കിയ സുന്നത്ത് പ്രിയപ്പെട്ടവരെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കുമ്പോ, കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കുമ്പോ, നമ്മുടെ വീട്ടിൽ നമ്മൾ ആട്ടിപ്പുറത്താക്കിയാലും നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിലെ മഹല്ലുകളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ
ചിലപ്പോ സഹോദരങ്ങളെ കുടുംബം വെറുക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം പിതാവും മാതാവും അതൃപ്തി കാണിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിന്റെ കറുത്ത മുഖം കാണേണ്ടി വരും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തൗഹീദിന്റെ വിഷയത്തില് അതൊന്നും ഒരു പ്രശ്നമാകാൻ പാടില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഒന്നാമത്തെ മാതൃക. സ്വന്തം കുടുംബത്തിൽ പ്രിയമുള്ളവരെ തൗഹീദിന്റെ ബാധ്യത നിർവഹിച്ച് അള്ളാഹു ഏൽപ്പിച്ച ആ തൗഹീദിന്റെ അമാനത്ത് കുടുംബത്തിൽ പൂർത്തിയാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് ഇറങ്ങുന്നത് തന്റെ നാട്ടിലേക്കാണ്. പ്രബോധകന്മാർക്ക് ഒരു നല്ല പ്രബോധകൻ എന്ന നിലയിൽ മാതൃകയായ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്തില് ഇറാഖിലെ ബാബിലോണിയയിലെ മൊസപ്പൊട്ടമിയൻ നഗരങ്ങളെ വിറപ്പിച്ചിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന രാജാവിന്റെ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറയാൻ ധൈര്യം കാണിച്ചൊരു പ്രവാചകൻ. തൗഹീദ് പറയാൻ ധൈര്യം കാണിച്ചു. ആ നമ്രൂദുമായി രാജാവുമായി ഒരുപാട് സംവാദങ്ങൾ നടന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാജാവിനോട് ചോദിക്കുന്നത് മാ തഅബുദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പൊ അവർ പറയാ ഖാലു നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ, അവർ പറയാ ഞങ്ങൾ ചില വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്, അതിന്റെ മുമ്പിൽ ഞങ്ങൾ ഭജനമിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, എങ്കിൽ ഹൽ യസ്മഊനകും ഇദ് തദഊൻ, നിങ്ങൾ വിളിച്ചാൽ അവർ ആ വിളി അവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, അവർ നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ആ വിഗ്രഹങ്ങളെ കൊണ്ട് സാധിക്കുമോ? അപ്പൊ ഇവിടെ പറഞ്ഞ മറുപടി എന്താ അറിയോ? നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്ന അതേ മറുപടി, ഖാലൂ ബൽ വജദനാ ആബാഅനാ കദാലിക യഫ്അലൂ, ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ, ഞങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാർ ചെയ്തു പോന്ന പാരമ്പര്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളായ ആളുകളെ പ്രിയമുള്ളവരെ മറുപടി കൊടുക്കുകയാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ മറുപടി ഇതേ മറുപടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ പൂർവിക പിതാക്കളും നിങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാർ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ മുഴുവൻ എന്റെ ശത്രുക്കളാണ്. പ്രപഞ്ചത്തിന്റെ അധിപനായ കോടിക്കണക്കിന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും സൃഷ്ടാവും സംരക്ഷകനുമാണ് എന്റെ റബ്ബ്. എന്റെ റബ്ബിന്റെ പ്രത്യേകത അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എന്റെ റബ്ബ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം തരികയും എനിക്ക് കുടിക്കാൻ വെള്ളം തരികയും ചെയ്തവനാണ് എന്റെ റബ്ബ്. വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗം ശിഫയാക്കുന്നവനാണ് എന്റെ റബ്ബ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ് എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനോഹരമായി പ്രിയപ്പെട്ടവരെ തന്റെ റബ്ബിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുക. കാര്യം ബോധ്യപ്പെടാതെ വന്നപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. അവിടെയുള്ള ആ ക്ഷേത്രത്തിലുള്ള മുഴുവൻ വിഗ്രഹങ്ങളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കോടാലി കൊണ്ട് തച്ചുടച്ചു. ആ കൂട്ടത്തിലെ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കോടാലി തൂക്കിയിട്ടു. എന്തിനാ? ഒരു തന്ത്രമാണ്, അവർ ചിന്തിക്കാൻ വേണ്ടി. നമ്രൂദ് ചോദിച്ചു, ഇബ്രാഹിം ഇതാരാ ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാമയെ പിടിച്ചുകൊണ്ടുവന്നു ചോദ്യം ചെയ്തു. രാജാവ് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാ, ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിലല്ലേ കോടാലിയുള്ളത്, അതിനോട് ചോദിച്ചു നോക്കുന്നു. അവർ പറഞ്ഞു, ലഖദ് അലിംതു മാ ഹൗലാഇ യൻതിഖൂൻ, ഇബ്രാഹിമേ ആ വിഗ്രഹം സംസാരിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ആ വിഗ്രഹം സംസാരിക്കില്ലെന്ന് അറിഞ്ഞൂടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അതിന് ആ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ജീവനില്ലെന്നും ബുദ്ധിയില്ലെന്നും ചിന്തയില്ലെന്നും അവർ കാണുകയില്ല, കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. ഇതാണ് ഞാനും പറഞ്ഞത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുമ്പോ പ്രിയമുള്ളവരെ നമ്രൂദിന് ദേഷ്യം വന്ന് ഒരു വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വലിച്ചെറിയുകയാണ്. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു ആ തീയിൽ, ആ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് തണുപ്പും സമാധാനവും പ്രിയപ്പെട്ടവരെ നൽകിയത് നമുക്ക് ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് ഏതെങ്കിലും ഒരു മജീഷ്യന്റെ ഫയർ എസ്കേപ്പ് മായാജാലല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനായ റബ്ബിന്റെ തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. ഇത് സാധിക്കുമോ? നമുക്ക്
സാധിക്കുമോ പ്രിയമുള്ളവരെ? നമ്മുടെ നാട്ടിലെ ഒരു ലോക്കൽ നേതാവിന്റെ മുന്നിൽ ചെന്ന് തൗഹീദ് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ സഹോദരങ്ങളെ ഈ സദസ്സിലുണ്ട്? അതുകൊണ്ട് പ്രബോധകന്മാർക്ക് ഒരു നല്ല പ്രബോധകനായ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു നല്ല ഭർത്താവ് എന്ന നിലയിൽ, നല്ല പിതാവെന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതൃകയായിട്ടുണ്ട്. ഇത് പ്രസംഗിക്കാനും പ്രസംഗത്തിന്റെ പൊടിപ്പ് കൂട്ടാനും വേണ്ടി പ്രിയപ്പെട്ടവരെ പറയുന്ന വാക്കല്ല. ഒരു മുവഹിദ് എങ്ങനെയാവണമെന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യന്മാര് പോയിട്ട് ഒരു ജീവി പോലും ഇല്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത, വിശ്രമിക്കാൻ ഒരു മരത്തിന്റെ തണല് പോലും ഇല്ലാത്ത മക്കയിലെ ഒരു പാറക്കുന്നിന്റെ മുകളിൽ സ്വന്തം ഭാര്യനെയും ചോര കുഞ്ഞിനെയും വിട്ടിട്ട് പോരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ എഴുതി, ഒരൽപ്പം അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് മാറി നിന്ന് തന്റെ ഭാര്യയും തന്റെ മകനും തന്നെ കാണില്ല എന്ന് ഉറപ്പുവരുത്തി രണ്ട് കൈകളും ഉയർത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു റബ്ബിനോട് തന്നെ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനനൊന്തുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഖുർആൻ പറഞ്ഞത് നമ്മെ പഠിപ്പിക്കാനാണ്. ഈ പ്രാർത്ഥന പഠിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. അല്ലാഹുവോട് പറയാ, പടച്ചോനെ, അല്ലാ, നീ പറഞ്ഞ സ്ഥലത്ത് ഒരു തരി കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്ത്, കുടിക്കാൻ വെള്ളമില്ലാത്ത, മനുഷ്യയോഗ്യമല്ലാത്ത ഒരു പുൽക്കൊടി പോലും മുളക്കാത്തൊരു നാട്ടില്, ഈ പാറക്കെട്ടിന്റെ മുകളിൽ ഞാൻ എന്റെ ഭാര്യയെയും എന്റെ മകനെയും ഞാൻ വിട്ടേച്ചു പോണത് പടച്ചോനെ നിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ്. ഇങ്ങോട്ട് പ്രാർത്ഥിക്കണം. എന്താ അറിയോ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ലിയുഖീമുസ്സലാ, പടച്ചോനെ ഈ പാറക്കെട്ടിന്റെ മുകളിൽ ആരാരുമില്ലാത്ത ഈ സ്ഥലത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ എന്റെ ഭാര്യയ്ക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഫജ്അൽ ലി അഫ്ഇദത മിനൻ നാസി, ജനങ്ങളുടെ മനസ്സ് അവിടേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒറ്റക്കാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോരുമ്പോ പിറകിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഭാര്യ വിളിക്കാണ്, ഇബ്രാഹിം, ഈ പാറക്കെട്ടിൽ ഞങ്ങൾ ഒറ്റക്കാക്കി എവിടേക്കാ പോണത്? പ്രിയതമൻ ഭർത്താവ് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, തിരിഞ്ഞു നോക്കണില്ല. എന്തുകൊണ്ടാണെന്നറിയൂ? തന്റെ ഭാര്യയുടെയും പിഞ്ചു കുഞ്ഞിന്റെയും മുഖം കണ്ടാൽ സഹതാപം കൊണ്ട് റബ്ബിന്റെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിക്കുമോ എന്ന പേടി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ലെന്ന ഭാര്യ വിളിച്ചപ്പോ. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഭാര്യ വിളിച്ചു, ഉത്തരല്ല. 4ാമതായി ഭാര്യ ചോദിക്കാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇബ്രാഹിമേ, അള്ളാന്റെ കൽപ്പനയാണോ? അല്ല പറഞ്ഞിട്ടാണോ പോണത്? മിണ്ടാതെ പോണത്? എന്നെയും എന്റെ മകനെയും തനിച്ചാക്കി പോണത് അള്ളാന്റെ കൽപ്പന കൊണ്ടാണോ? ഇത് കേട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് കേട്ട ഉടനെ അവിടെ അവിടെ സ്റ്റക്കായി നിന്നു. പ്രിയതമയുടെ സ്വന്തം ഭാര്യയിൽ നിന്ന് കേൾക്കേണ്ട ഒരു ചോദ്യം കേട്ടതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നു എന്നാണ്. നഅം അല്ലാഹു അമറനി, അതെ, അള്ളാന്റെ കൽപ്പനയാണ്. വേറെ ഒരു മറുപടിയില്ല. ഭാര്യ പറഞ്ഞു, ഇദൻ ലാ യുളയ്യൻ, എങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, പോയിക്കോ, ഇന്നല്ലാഹ മഅന, ഞങ്ങളുടെ കൂടാനുണ്ടാവും, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഭാര്യ പ്രിയപ്പെട്ടവരെ മറുപടി പറയണമെങ്കിൽ എത്ര നല്ല ഭാര്യയായിരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. താൻ പഠിച്ച ആദർശം തന്റെ മകന് പകർന്നു കൊടുക്കാൻ ധൈര്യം കാണിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതു പരീക്ഷണങ്ങളെയും അള്ളാഹുവിൽ തവക്കുലാക്കി ക്ഷമയോടെ നേരിടാൻ ധൈര്യം പകർന്ന ഒരു നല്ല പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമൊക്കെ അന്ന് 6 or 7 വയസ്സ് പ്രായം. അപ്പുറത്തെ ഇറാഖിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണാണ്. ഒന്നല്ല പ്രിയപ്പെട്ടവരെ, 2 അല്ല 3 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ കണ്ടു തന്റെ മകനെ അറക്കുന്നത്. മനുഷ്യനായ പിതാവാണ്. ഏതൊരു പിതാവിന്റെ നെഞ്ചും പ്രിയമുള്ളവരെ കത്താൻ തുടങ്ങും. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ പറ്റൂല. വർഷങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം അന്ന് രാത്രി മകനെയും ഭാര്യയെയും കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കത്തേക്ക് പോവാണ്. കുറെ കാലങ്ങളായി വിട്ടുനിൽക്കണ്. അള്ളാന്റെ സ്വപ്നം, അള്ളാഹുവിന്റെ വഹി വന്ന് സ്വപ്നം കണ്ടപ്പോ തന്റെ മകനെ കാണാൻ പോവാണ്. ഭാര്യയോട് പറഞ്ഞു, ഹാജറ, മോനെ കുളിപ്പിച്ച് നീ വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കി, എന്നിട്ട് എന്റെ കൂടെ മകനെ നീ യാത്രയാക്കണം. മോനെ ഇസ്മായിൽ, ബാപ്പാക്കൊരു ബലികർമ്മം നടത്താനുണ്ട്.
നമ്മൾ ആ ബലികർമ്മത്തിന് പോവുകയാണ്. മകന് വലിയ സന്തോഷമായി, ചരിത്രത്തിൽ കാണാം, വലിയ സന്തോഷമായി മകന്. ഫലമ്മ ബലഗ അശുദ്ധഹു, കൈപിടിച്ച് നടക്കുന്ന പ്രായമാണ്. 6 or 7 വയസ്സു മാത്രം പ്രായമുള്ള ആ മകന് ബാപ്പാന്റെ കൂടെ നാടു കാണാൻ പോണ സന്തോഷമാണ്. അറുക്കാൻ കൊണ്ടുവന്ന് അറിയില്ല, നാട് കാണാൻ പോണ സന്തോഷമാണ്. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി വന്നിട്ട് പറയാ, ഹാജറ, നിന്റെ അടുത്ത് നിന്റെ ഭർത്താവ് നിന്റെ അടുത്തും നിന്റെ മകന്റെ അടുത്തും വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല. നിന്റെ മകനെ നിന്റെ ഭർത്താവ് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? കൊല്ലങ്ങൾക്ക് ശേഷം മകനെ കാണാൻ വന്നത് മകനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, നാട് കാണിക്കാൻ കൊണ്ടുപോകല്ല, മറിച്ച് അവനെ അറക്കാൻ കൊണ്ടുപോകുകയാണ്. നിന്റെ ഭർത്താവിന് റബ്ബിന്റെ കൽപ്പനയുണ്ടെന്നാ പറയുന്നത്. ഹാജറ എന്ന പ്രിയതമയുടെ മറുപടി എന്താണെന്നറിയോ? എങ്കിൽ എന്റെ മകൻ ഇന്ന് തിരിച്ചു വരൂലാണ്, അറുക്കപ്പെട്ടിരിക്കും തീർച്ച. എന്തുകൊണ്ട്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു ഏൽപ്പിച്ച കൽപ്പനകളെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു പ്രവാചകൻ. അതെന്റെ ഭർത്താവാണ്, അതുകൊണ്ട് എന്റെ മകൻ ഇന്ന് തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശൈത്വാന ഇബ്ലീസിനെ കല്ലെടുത്തെറിഞ്ഞത്. അതാണ് ഇന്ന് ഹാജിമാര് ജംറയിൽ എറിയുന്ന കല്ല്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ കൊണ്ടുപോയിട്ട് പറയാ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഈ ബാപ്പോട് സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുകയാണ്, എന്താ നിന്റെ അഭിപ്രായം? 7 വയസ്സുകാരൻ പിതാവില്ലാതെ മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചൊരു മകന്റെ മറുപടി, പ്രിയപ്പെട്ടവരെ, ഖാല യാ അബതി ഇഫ്അൽ മാ തുമർ. ബാപ്പാ, എന്താണോ അല്ലാഹുവിന്റെ കൽപ്പന അത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്തതല്ല, സ്വന്തം മാതാവ് അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാ. മകൻ പറയാണ്, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നാളെ പരലോകത്തെ ക്ഷമാലിക്കരുടെ കൂട്ടത്തിൽ വാപ്പ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. പക്ഷെ വാപ്പ അറുക്കുമ്പോൾ നിബന്ധന ഉണ്ട്, നിങ്ങൾ കത്തി നല്ല മൂർച്ച കൂട്ടണം, പെട്ടെന്ന് തന്നെ അറുക്കണം, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നിങ്ങൾ അഴിച്ചു മാറ്റണം. ഇല്ല എങ്കിൽ ചോര പുരണ്ട എന്റെ വസ്ത്രം കാണുമ്പോ എന്റെ ഉമ്മാക്കത് സഹിക്കൂല. എല്ലാ നിബന്ധനയും പാലിച്ച് അള്ളാന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമ് മകനെ ചെരിച്ചു കിടത്തി കഴുത്തിൽ കത്തി വെച്ചപ്പോഴാണ് ആകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിയാളം വീഴുന്നത്. അത് സ്വദഖ്തു റുഇയ, ഇബ്രാഹിമെ, നീത സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പകരം നീ ഒരു ആടിനെ നീ ബലിയറുക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു തആല കൽപ്പിച്ചു. ഇത് ലോക മുസ്ലിമീങ്ങളെ ഒരു ചര്യയായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഈ സ്മരണക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ബലിയറുക്കുന്നത്. നാം മലംഭാവം കാണിക്കേണ്ട വിഷയമല്ലത്. ഒരു മൃഗത്തെ സ്വന്തമായി വാങ്ങിയവരും ഷെയർ കൂടിയവരും മാത്രം ചെയ്യേണ്ട കാര്യമല്ലത്. ഒരു മൃഗത്തെ വാങ്ങി അറുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ അറവിലെങ്കിലും അതിന്റെ വിതരണത്തിലെങ്കിലും പ്രിയപ്പെട്ടവരെ പങ്കെടുക്കാൻ നമുക്ക് പറ്റണം. അതാ ഇബ്രാഹിം മില്ലത്ത്. അഭിപ്രായം പറയാനും കുറ്റം പറയാനൊക്കെ സഹോദരങ്ങളെ ആർക്കും പറ്റും. നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാണ്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ കമ്മിറ്റിക്ക് വിളിച്ചാൽ എന്തായി, ഇറച്ചിയായില്ല, ഇനിയും എന്താ എത്താത്തെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ സഹകരിക്കാൻ, അതിന്റെ വിതരണത്തിൽ പങ്കാളികളാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റണം. അതാ ഇബ്രാഹിം മില്ലത്ത്. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നാം ചൊല്ലിയ ഈ തക്ബീറിന്റെ അന്തസ് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ തക്ബീറിനേക്കാൾ ആശയസമ്പുഷ്ടമായ പ്രതാപത്തിന്റെയും മഹത്വത്തിന്റെയും വിശേഷണം അറിയിക്കുന്ന മറ്റൊരു വാക്ക് സഹോദരങ്ങളെ ലോകത്തില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനോളം വലിപ്പമുള്ള, അവന്റെ വലിപ്പത്തോട് സമാനതകളുള്ള, അവന്റെ വലിപ്പത്തോട് കിടപിടിക്കാവുന്ന, അതിനോട് തുല്യതപ്പെടുത്താവുന്ന ഒരു വാചകം പ്രിയപ്പെട്ടവരെ ലോകത്തില്ല എന്നാണ്. ഇത് തൗഹീദിന്റെ മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. അന്തസ്സായി ആരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ടവർ ഈ തക്ബീർ ചൊല്ലാൻ നമുക്ക് പറ്റണം. 13 ദുൽഹിജ്ജ 13 അസർ വരെ നമുക്ക് തക്ബീർ ചൊല്ലാൻ ബലിപെരുന്നാളിന് അവകാശമുണ്ട്.
ആ തക്ബീർ ധാരാളമായി നമ്മൾ ചൊല്ലുക. സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം ഒന്നടങ്കം അശ്ലീലമെന്ന് മുദ്ര കുത്തിയ പലതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരേ ലിംഗത്തിലുള്ളവരുമായി ലൈംഗികതയിൽ ഏർപ്പെടുന്നതും അവർ തമ്മിൽ വിവാഹം നടത്തുന്നതും തെറ്റല്ല എന്ന അപൂർവ വാദത്തിലാണ് ഇന്ന് കേരളത്തിലെ സമൂഹം പ്രിയപ്പെട്ടവർ എത്തി നിൽക്കുന്നത്. അതിന് നിയമ പരിരക്ഷ നൽകുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞെന്തറിയോ? സ്വവർഗരതി നടത്തിയ വ്യക്തി ആകാശഭൂമിയിലുള്ള മുഴുവൻ വെള്ളം കൊണ്ടൊന്ന് കുളിച്ചാലും അവന്റെ നജസ് തീരൂലെന്നാണ്. അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാതെ. പ്രിയപ്പെട്ടവരെ, ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതാണ്. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് പോലും സ്വവർഗരതി നടത്തിയവരെ കൊന്നുകളയാനാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൃത്യമായ മതബോധം നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കൈമാറണം. പല ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിനെ അനുകൂലിക്കുന്ന പോസ്റ്ററുകളാണ് പല ക്യാമ്പസുകളിലും പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മുസ്ലിങ്ങളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറുക. അവിഹിത മാർഗത്തിലൂടെയും ലോട്ടറികളിലൂടെയും പണം സമ്പാദിച്ച് മക്കൾക്കും കുടുംബത്തിനും ഹറാമ് തീറ്റിക്കില്ല എന്ന ഉറഞ്ഞ പ്രതിജ്ഞയെടുക്കുന്ന മുവഹിദുകളായി ഞാനും നിങ്ങളും മാറുക. രഹസ്യമായി ഹറാമുകൾ കാണാനും കേൾക്കാനും അവസരമുണ്ടാകുമ്പോൾ അശ്ലീലതകളിൽ നിന്ന് കണ്ണും കാതും നിയന്ത്രിക്കുന്ന മുജാഹിദുകളായി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മാറണം. അന്യ സ്ത്രീകളുമായും പുരുഷനുമായും ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും അവിഹിതമായ ബന്ധങ്ങൾ നടത്താനും അവസരം കിട്ടിയിട്ടും എന്റെ ഭാര്യയെ ഞാൻ ചതിക്കില്ല എന്ന, തന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിക്കില്ലെന്ന ഉറച്ച തീരുമാനമെടുക്കുന്ന മുഅ്മിനീങ്ങളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറേണ്ടതുണ്ട്. തന്റെ അയൽവാസി ഏതു മതക്കാരനാണെങ്കിലും അവന്റെ ഊണിലും മുറക്കിലും അവന് സംരക്ഷണം നൽകുമെന്ന ഉറച്ച തീരുമാനമെടുക്കുന്ന ജിഹാദികളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധങ്ങളെ നാം ചേർക്കണം. മറ്റുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് കോർത്തിണക്കിയിട്ട് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കാവൂ. നമ്മുടെ നമസ്കാരവും നമ്മുടെ ബലിയും നമ്മുടെ ഈ ആഘോഷവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ നന്നാക്കിയിട്ടില്ല എങ്കിൽ ഒരു കർമ്മം പോലും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കൂല. ബന്ധങ്ങൾ നന്നാക്കാനാവട്ടെ ഈ പെരുന്നാൾ സുദിനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പലസ്തീനിലെ റാഫയിൽ നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നാം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ദീനരോധനങ്ങളാണ്. മര്യാദക്ക് ഉറങ്ങാൻ കഴിയാത്തവർ, വീട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഏതു നിമിഷവും തങ്ങൾ ചിന്നിച്ചിതറാമെന്ന് കരുതുന്നവർ, അവയവങ്ങൾ നഷ്ടപ്പെട്ട് യാതന അനുഭവിക്കുന്നവർ ഇന്ന് റാഫയിലുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മയ്യത്തിനരികിൽ വാവിട്ട് കരയുന്ന പൊന്നോമന മക്കളുടെ ചിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടവരാണ് ഞാനും നിങ്ങളും. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥ മക്കൾ, താങ്ങും തണലുമായി നിൽക്കേണ്ട മക്കൾ നഷ്ടപ്പെട്ട് വൃദ്ധ മാതാപിതാക്കൾ പ്രയാസപ്പെടുമ്പോ, ചികിത്സ കിട്ടാതെ വിഷമിക്കുമ്പോ, വെള്ളവും മരുന്നും ഭക്ഷണവും കിട്ടാതെ അവർ പ്രിയപ്പെട്ടവരെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. മലിനമായ ജലം കുടിക്കുന്നു, ആരോഗ്യം തകർന്നു പോകുന്നു, ചികിത്സ തേടി എത്തേണ്ട ഹോസ്പിറ്റലുകൾ വരെ തകർന്നു കിടക്കുകയാണ്. ഒരു മാർഗമില്ല. കുടുംബത്തിലെല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ആളുകൾ, തകർന്നടിഞ്ഞ വീടിന്റെ മുന്നിലിരുന്ന് കരയുന്ന പിഞ്ചോമന പൈതൽ. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ ഞാൻ കണ്ടു. തന്റെ വീടിന്റെ വാതിലിന്റെ പൂട്ട്, തന്റെ വീട് തകർന്നടിഞ്ഞ് അതിന്റെ വാതിലിന്റെ ലോക്ക് കണ്ടിട്ട് അതിന്റെ ചാവി കണ്ടുകാണ്ട് ഒരു ചെറിയ പെൺകുട്ടി അത് കണ്ടു കരയുന്ന ദയനീയമായ രംഗം പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചിരിക്കണവര്. അവരെ ഓർക്കാത്തൊരു പെരുന്നാള് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവരെ ഓർക്കണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവണം. അല്ലാഹു അവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റപ്പെട്ട ആളുകൾക്ക്, ഒറ്റപ്പെട്ട ചെറിയ പിഞ്ചോമന പൈതലുകൾക്ക് അല്ലാഹു പൂർണ്ണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, രോഗികളായ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ.
ഈ ഈദ് ദിനത്തിൽ വരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ, അസുഖമായി വരാൻ പറ്റാത്ത ആളുകൾ അല്ലാഹുവേ അവരുടെ രോഗം ശിഫയാക്കുകയും അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. നമ്മുടെ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. ധാരാളമായി പ്രിയപ്പെട്ടവരെ സ്വതക്ക ചെയ്യുക. ഈ ദിനത്തില് പ്രത്യേക കൂലി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വതക്ക നമ്മൾ നൽകണം. പിരിഞ്ഞു പോകുമ്പോ പരസ്പരം ആശംസകൾ കൈമാറ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന ആശംസകൾ കൈമാറി കൈകൊടുത്ത് സഹോദരങ്ങളെ സലാം പറഞ്ഞ് പിരിയാൻ നമുക്ക് പറ്റണം. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.